ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് പൂരി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. മൈദയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിതിപ്പോൾ രണ്ടും മിക്സാക്കി എടുത്തേ ഉള്ളൂ. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഇച്ചിരി എള്ളും കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എള്ള് ഇനിയിപ്പോൾ ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഒരുപാട് നേരമൊന്നും കുഴക്കണ്ട, പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇനി അതിലോട്ടൊരു തുള്ളി ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ എല്ലാം ഓരോ ബോളായിട്ട് നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് പ്രസ് ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലോണം ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തീയൊന്ന് കുറച്ച് കൊടുക്കാം. ഉള്ളതും കൂടെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഒരു സൈഡ് പൊങ്ങി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പൂരി നമുക്ക് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.